കലോത്സവ നഗരിയിലെ വേദികളുടെ പേരുവിശേഷങ്ങളിലേക്കാണ് ഇനി പോകുന്നത്. കലോത്സവ നഗരിയിൽ നിന്ന് സ്മിത ഹരിദാസ് തയ്യാറാക്കിയ റിപ്പോർട്ട്. കലോത്സവ നഗരി എല്ലാ കാലത്തും ഓരോ കൗതുകങ്ങൾ ഇങ്ങനെ നമുക്ക് വേണ്ടി കാത്തുവെക്കും അല്ലേ. കലോത്സവ നഗരിയിലെ വേദികളുടെ പേരുകൾ എപ്പോഴും കൗതുകമാണ് നമുക്ക്. ഇത്തവണ കേരളത്തിലെ നദികളുടെ പേരുകളാണ് ഓരോ വേദിക്കും. പ്രധാന വേദിയുടെ തന്നെ പേര് കണ്ടോ? നമ്മുടെ പ്രിയപ്പെട്ട കഥാകാരൻ MTയുടെ പ്രിയപ്പെട്ട നിളയുടെ പേരാണ് പ്രധാന വേദിക്ക്. ഇനി മറ്റു വേദികളിലേക്കും നമുക്ക് പോകണം. എന്തെല്ലാം പേരുകളാണ് കേരളത്തിലെ, ഏതെല്ലാം നദികളുടെ പേരുകളാണ് ഈ കലോത്സവ നഗരിയിൽ ഇടം പിടിച്ചിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. MTയോടുള്ള ആദരമായി പ്രധാന വേദിക്ക് ഭാരതപ്പുഴയുടെ വിളിപ്പേരായ നിളയെന്നു പേര്. വഴുതക്കാട്ടെ സർക്കാർ വനിതാ കോളേജിലെ രണ്ടാം വേദിക്ക് പെരിയാർ എന്നാണ് പേര്. ടാഗോർ തിയേറ്ററിൽ പമ്പയാർ. തീർന്നില്ല, അച്ചൻകോവിലാറും ചാലക്കുടിപ്പുഴയും ചാലിയാറും. അങ്ങനെ 25 വേദികൾക്കും പുഴകളുടെ പേരാണ്. കലോത്സവ നഗരിയിൽ നിന്ന് ഞങ്ങൾ നേരെ പോകുന്നത് ടെക്നോ പാർക്കിലേക്കാണ്. എന്താണ് ടെക്നോ പാർക്കും കലോത്സവ നഗരിയും തമ്മിലുള്ള ബന്ധമെന്നല്ലേ? ടെക്നോ പാർക്കിലെ വിവിധ ഫേസുകളിലെ ബ്ലോക്കുകൾക്കെല്ലാം തന്നെ കേരളത്തിലെ പുഴകളുടെ പേരാണ്. പുഴയോരം നിൽക്കുമി കൈതതൻ പൂ പോൽ പാതിമൈ മറഞ്ഞെന്നെ കുളിരം പെയ്തവൾ. അന്നെൻ്റെ മനസ്സോ മുക്ത സൗന്ദര്യത്തിനാദ്യാനുഭൂതി തൻ ആനന്ദമറിഞ്ഞു. നറുനിലവായെന്നും നിറയുന്നു ഹൃദയത്തിലവളുടെ സൗന്ദര്യം സ്മൃതി തൻ. പമ്പ, പെരിയാർ, നിള, ഭവാനി, തേജസ്വിനി, അങ്ങനെ പോകുന്നു ടെക്നോ പാർക്കിലെ കെട്ടിട സമുച്ചയങ്ങളുടെ പേരുകൾ. എനിക്കൊന്ന് ഈ പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വലിയ കാടുകളൊക്കെ ഉള്ള സ്ഥലമായിരുന്നു ഇത്. അപ്പോൾ ഇവിടെ ഒരു ബിൽഡിംഗ് ഒക്കെ വെക്കുമ്പം അവരന്ന് ചിന്തിച്ചിട്ടുണ്ടാവും ഇവിടെ കുറച്ച് നദികളുടെ പേരൊക്കെ ഇട്ട് നമുക്ക് ഇവിടെ കുറച്ച് കളർഫുൾ ആക്കാമെന്നൊക്കെ ആയിരിക്കാം. നമ്മളും കലോത്സവത്തിന് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ അതിലെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ നദികളുടെ പേര്, പിന്നെ മെയിൻ സ്റ്റേജിന് MTയുടെ അനുസ്മരണം. അപ്പോൾ അതൊക്കെ ഭയങ്കര കാച്ചിങ് ആയിരുന്നു. നദികളുടെ ഒരു പേര് പരിസ്ഥിതി സൗഹൃദപരമായിട്ടിട്ട ആ ഒരു കാലത്ത് അന്ന് നമ്മൾ ഈ ക്യാമ്പസ് തുടങ്ങിയ സമയത്ത് KR ഗൗരിയമ്മയും K നായനാരൊക്കെ തുടങ്ങിയ സമയത്ത് അന്ന് അവർ ചിന്തിച്ചിട്ടുണ്ടാവും. അന്ന് നമുക്ക് കുറച്ചും കൂടെ പോഷക സമൃദ്ധമായിരുന്നല്ലോ നമ്മുടെ നാട്. അപ്പോൾ കുറച്ചും കൂടെ പരിസ്ഥിതി സൗഹാർദ്ദമായിട്ടുള്ളൊരു നാമങ്ങളിലേക്ക് പോയിട്ടുണ്ടാവും. സത്യം പറഞ്ഞാൽ ഈ കലോത്സവത്തിൻ്റെ ഈ വേദികളുടെ പേര് കേട്ട് നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഇതുപോലത് അനുകരിക്കപ്പെടുന്നുണ്ടല്ലോ എന്നുള്ളത് എല്ലാവർക്കും ഒരു അഭിമാനം കൂടിയാണ്. കേവലം കൗതുകത്തിനപ്പുറം കാലം എത്ര മാറിയാലും പ്രകൃതിയോടിണങ്ങി നിൽക്കണമെന്ന ഓർമ്മപ്പെടുത്തലാകട്ടെ ഈ പേരിടലുകൾ. സ്മിത ഹരിദാസ്, 24, തിരുവനന്തപുരം.